നമസ്കാരം. വില്ലേജ് ന്യൂസ് TV പ്രധാന വാർത്തകൾ. ക്രിസ്മസ് ആഘോഷത്തിനിടെ ജർമ്മനിയിലെ ജെൽസൻ കീർഷനിലുള്ള സ്പാർക്കസെ ബാങ്കിൽ നിന്ന് ഭിത്തി തുരന്ന് 105 കോടിയിലധികം ഇന്ത്യൻ രൂപ മതിപ്പുള്ള കറൻസിയും ലോക്കറുകൾ കുത്തിപ്പൊളിച്ച് ആഭരണങ്ങളും വിലപ്പെട്ട വസ്തുവകകളും മോഷണം പോയി. അന്തരിച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഖാലിദാസിയയുടെ അന്ത്യകർമ്മ ചടങ്ങുകൾക്ക് ഇന്ത്യയും നേപ്പാളും പാകിസ്ഥാനും ഉൾപ്പെടെ 33 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ഭർത്താവും ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റുമായ സിയാവുർ റഹ്മാന്റെ ശവകുടീരത്തിനടുത്ത് തന്നെയായിരുന്നു ഖാലിദാസിയയെയും കബറടക്കിയത്. US-ലെ ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി ഇന്ത്യൻ വംശജനായ 34 വയസ്സുള്ള സൊഹ്റാൻ മംദാനി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ന്യൂയോർക്കിലെ ആദ്യ മുസ്ലിം മാത്രമല്ല, ആദ്യ ഏഷ്യൻ വംശജനും കൂടിയായ മേയറാണ് മംദാനി. നവീകരണത്തിന്റെ ഭാഗമായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് ഉള്ള ബോയിംഗ് വിമാനം ഇന്ത്യയിലെത്തി. വിഷണറി എയർക്രാഫ്റ്റ് എന്ന പേരിലായിരിക്കും ഇതറിയപ്പെടുക. മെഡിസെപ്പിന്റെ ശോച്യാവസ്ഥ അറിയാൻ മന്ത്രിമാരെ കൂടി ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ഹെൽത്ത് കാർഡുമായി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുമ്പോൾ മാത്രമാണ് പദ്ധതിയിൽ പെട്ടുപോയ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ദുരവസ്ഥ മനസ്സിലാകുകയുള്ളൂ എന്ന് ആക്ഷൻ കൗൺസിൽ പ്രസ്താവനയിൽ പറഞ്ഞു. ഭരണപക്ഷ സംഘടനകളുടെ മൗനം കൊലച്ചതിയാണെന്നും സംസ്ഥാന ജീവനക്കാരുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 8129516829. മറ്റൊരു നമ്പർ 9074746363. ലോകമെങ്ങുമുള്ള പുതുവത്സരാഘോഷങ്ങളിൽ കേരളവും പങ്കുചേർന്നു. 40 അടിയുള്ള പാപ്പാഞ്ഞിയെ വെടിക്കെട്ടോടെ വെള്ളാർ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ കത്തിച്ചു. ഇക്കുറിയും കോവളത്തും കൊച്ചിയിലും പാതിരാത്രി കഴിഞ്ഞും ആയിരങ്ങൾ 2026 വരവേൽക്കുന്ന ആഘോഷങ്ങളിൽ പങ്കുകൊണ്ടു. കർഷക തൊഴിലാളി മുതൽ പാൽ കറക്കുന്നവർക്ക് വരെയുള്ള മിനിമം വേതനം വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജിമ്മിലെ ജോലിക്കാർക്കും മിനിമം വേതനം ഉറപ്പാക്കി. ശബരിമല സന്നിധാനത്ത് ഈ മാസം 18-ാം തീയതി വരെ തീർത്ഥാടകർക്ക് നെയ്യഭിഷേകത്തിന് അവസരമുണ്ടാകും. ശബരിമലയിൽ വൻ സ്വർണ്ണക്കൊള്ള നടന്നതായി SITക്ക് പുതിയ വിവരം കിട്ടി. പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കവർച്ച ചെയ്തതായി SITക്ക് മനസ്സിലായെന്നാണ് റിപ്പോർട്ട്. കൊള്ളയുടെ വ്യാപ്തി വലുതായിക്കൊണ്ടിരിക്കുന്നുവെന്ന് സൂചനകൾ. ശിവ വ്യാളി ശില്പങ്ങളിലെ സ്വർണവും കവർന്നെന്ന് വ്യക്തമായി. സമുദായ അംഗങ്ങളും മകന്റെ BDJSും LDFനെയും പിണറായി വിജയനെയും നഖശികാന്തം എതിർക്കുമ്പോൾ വെള്ളാപ്പള്ളി അന്ധമായി പിന്തുണയ്ക്കുന്നതും അതിന്റെ പേരിൽ മാധ്യമപ്രവർത്തകരോട് മോശമായി പെരുമാറുന്നതും പൊതുസമൂഹത്തിൽ സംശയമുയർത്തുന്നതായി രാഷ്ട്രീയ വൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രകടനത്തിന് 48 മണിക്കൂർ ദൈർഘ്യമെത്തുന്നതിന് മുമ്പ് തന്നെ സുകുമാരൻ നായരും സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വന്നു. ഇവിടെയും സമുദായ അംഗങ്ങളും ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും 2 തട്ടിലെന്നാണ് പെരുന്നയിൽ നിന്ന് തന്നെ വരുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ പുതുവത്സരാഘോഷത്തിനിടെ നടന്ന DJ പാർട്ടിയിൽ പോലീസും SFI പ്രവർത്തകരുമായി തിരുവനന്തപുരത്ത് സംഘർഷമുണ്ടായെന്ന റിപ്പോർട്ട്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംഭവത്തെക്കുറിച്ച് കേസെടുത്ത് അന്വേഷിക്കുന്നു. പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.